ഹായ്, അങ്ങനെ ഇന്ന് ഞങ്ങളുടെ ഗോവൻ യാത്ര സ്റ്റാർട്ട് ചെയ്യണം. നാട്ടിലെ ലാസ്റ്റ് വെക്കേഷന് പോയ സമയത്തുള്ള ഒരു മെയിൻ ട്രിപ്പായിരുന്നു ഗോവയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ രാത്രിയിൽ ചെങ്ങന്നൂരിലാണ് നമ്മൾ ട്രെയിൻ കയറുന്നത്. ചെങ്ങന്നൂരിൽ രാത്രിയിലിപ്പം ട്രെയിൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ കയറിയിട്ട് ഷൊർണൂർ ഇറങ്ങണം. ഒരു 3-4 മണിക്കൂറത്തെ യാത്രയുണ്ട് ഷൊർണൂർ വരെ. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഗോവയിൽ പോകാമെന്നുള്ളത്. ഇതുവരെ പറ്റിയിട്ടില്ല. അങ്ങനെ ഇത്തവണ പോകാൻ പറ്റി. ഞങ്ങൾ ഷൊർണൂർ ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് ഇപ്പോൾ ഷൊർണൂർ നിൽക്കുകയാണ്. ഇവിടെ നിന്ന് ഇനി അടുത്ത് ട്രെയിൻ പിടിച്ചിട്ട് വേണം മഡ്ഗാവിൽ ഇറങ്ങാനായിട്ട്. നല്ല ഷോക്കാണ് കേട്ടോ. ഇവിടെ ട്രെയിൻ നല്ല ഡിലേ ആണ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാൻ ഒരു മാർഗ്ഗമില്ല. അതായത് ഇതുപോലെ കുറച്ച് ബെഞ്ചുകളുണ്ടാവും, ഇവിടെ ഇരിക്കുക. ഇവിടെ ക്ലോക്ക് റൂമൊന്നുമില്ല, വാഷ്റൂം പോലും ഇല്ല നല്ലത്. അപ്പം ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. നമ്മൾക്കൊരു ശോകാവസ്ഥയാണ്. വാഷ്റൂമിൻ്റെ ഒന്നും അറ്റത്തോലും പോകാൻ പറ്റത്തില്ല. ഇവിടെ ഒന്നും ആരും ഇല്ല. അപ്പുറത്തെ സൈഡിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു 2-3 മണിക്കൂറൂടെ ഇതേപോലെ ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. ഇവിടെ ഒരു ക്ലോക്ക് റൂം ഉണ്ടായിരുന്നെങ്കിലും അതിനെങ്കിലും കയറി ഇരിക്കാറ്. നമുക്ക് സ്റ്റെപ്പ് കയറി അപ്പുറത്ത് പോകണമെങ്കിലും നമ്മൾ ലഗേജും പെട്ടിയും ഒക്കെ ചുമ്മിക്കൊണ്ടുണ്ട്. നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഇപ്പോൾ വെളിയിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു. ഇതെന്താണ് ഇവിടെ സെൽഫി പോയിന്റ് ആരൊക്കെയായിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകാം. നെക്സ്റ്റ് പ്ലാറ്റ്ഫോം 7ലേക്കാണ് നമുക്ക് പോകേണ്ടത്. വെട്ടമൊന്നുമില്ല. ഇവിടെ ഈ പടി മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ലിഫ്റ്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ റെയിലോ ലിഫ്റ്റോ അല്ലെങ്കിൽ സ്ലോപ്പോ ഒന്നും കണ്ടുള്ളൂ. വീൽചെയറൊക്കെ വന്നാൽ ഞാൻ എങ്ങനെ കയറിപ്പോകും? പടി കൊടുക്കാനും പോകാം. കൂട്ടിയിട്ടേക്കല്ലേ എവിടെയാണ് നടക്കുന്നത്? അങ്ങനെ നേരെ 7 എത്ര മണിയായി? 7:10. എത്ര മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്ത്? 4-4.5 മണി, അറൗണ്ട് 5 മണിക്കൂറോളം നമ്മളിവിടെ നോക്കിയിരുന്നു. അവസാനം ഇപ്പോൾ വരാൻ സമയമായി.
സീറ്റ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഈ സൈഡ് സീറ്റാണ് എടുത്തിരിക്കുന്നത്. നല്ല സീറ്റാണ്, കുഴപ്പമൊന്നുമില്ല. ഗ്ലാസ് നല്ല വൃത്തിയായതുകൊണ്ട് വളരെ മനോഹരമായിരിക്കുന്നു. ഒന്നും കാണത്തില്ല, നല്ല വൃത്തിയോടാണ്. ഒരു ഇതില്ലാത്തതുകൊണ്ട് അഴുക്ക് പിടിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഒന്നും ക്ലാരിറ്റി ഇല്ല. നമ്മൾ ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത് ഫുഡ് വരുത്തി. വെജ് ബിരിയാണി നോക്കട്ടെ. ഇവിടെ പ്ലാസ്റ്റിക് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. IRCTC ഒരു ആപ്പിൽ കയറിയിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരിവിടെ കൊണ്ടുതരും. ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്, ക്യാഷ് പേ ചെയ്യുകയും ചെയ്യാം. കഴിച്ചു നോക്കാം. നല്ല ഫുഡായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല, നല്ല ഫുഡായിരുന്നു. ഇതുവരെ ഞാൻ പുറത്തെ കാഴ്ചകളൊന്നും കാണിച്ചില്ലല്ലേ. ഗ്ലാസ് എത്ര വൃത്തിയില്ല. പുറത്ത് എല്ലാം ഇതുപോലെ തന്നെ ഒരേപോലെ കാടുകളല്ലേ. ഇടയ്ക്കിടയ്ക്ക് നദികളും പുഴകളൊക്കെ വരും. നല്ല രസം. നമ്മൾ മഡ്ഗാവ് എത്തിയിരിക്കുകയാണ് ഫൈനലി. ഇനി ഇവിടുന്ന് വീണ്ടും പോകണം തിരുവിലേക്ക്. നമ്മൾ തിരുവാണ് പ്ലാൻ ചെയ്തത്. ഇങ്ങനെ വന്നപ്പോഴാണ് വന്ദേ ഭാരത് ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് വന്ദേ ഭാരത് അല്ലേ, ഞാൻ ആദ്യമായിട്ടാണ് വന്ദേ ഭാരത് കാണുന്നത്. അപ്പോൾ വന്നിട്ട് എന്തായാലും ഈ മുതലേ ഒന്ന് കാണാൻ പറ്റി. കഴുകാണോ ഒന്ന് കഴുകത്തൊന്നുമില്ലേ, നിർത്തിയിട്ടേക്കും ഒന്ന് കാണട്ടെ. കഴുകിയിരുന്നെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. വന്ദേ ഭാരത് കാണാൻ പറ്റത്തില്ല. മൊത്തം AC ആവണം. അങ്ങോട്ട് ഇതേപോലെ തന്നെ ഉണ്ടോ? അതിന് അടുത്ത ട്രെയിൻ പിടിക്കണം തിരുമ്മിലേക്ക്. തിരുമ്മിൽ നിന്നാണ് റൂട്ടൊക്കെ എടുക്കാന്ന് വിചാരിച്ചിരിക്കുന്നത്. कृपया ध्यान दीजिए 20645 मडगांव मैंगलोर वंदे भारत. മഡ്ഗാവിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ എക്സിക്യൂട്ടീവ് ലോഞ്ച് എന്ന് പറഞ്ഞ ഒരു ലോഞ്ച് ഉണ്ട്. നമുക്ക് ലോഞ്ചിൽ പോയിരിക്കാം. കുറച്ച് സമയം എടുക്കും ഇവിടെ നിന്ന് അടുത്ത ട്രെയിൻ വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എന്തായാലും നമ്മൾ വെളിയിൽ കുത്തിയിരിക്കാം. നമ്മൾ ഷൊർണൂർ പോയിട്ട് കുറേ നേരം അവിടെ വെറുതെ പോസ്റ്റ് ആയില്ലേ. അപ്പോൾ ഇവിടെ എന്തായാലും നമ്മൾ എക്സിക്യൂട്ടീവ് ലോഞ്ചിന് പോയിരിക്കാമെന്ന് വെച്ചു. മെയിനായിട്ട് നമുക്ക് വാഷ്റൂം യൂസ് ചെയ്യാനായിട്ടും ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. ഇവിടുത്തെ വാഷ്റൂം ഒരു രക്ഷയിൽ അടിപൊളിയാണ്, വളരെ നീറ്റാണ്. എല്ലാ സൗകര്യങ്ങളോടും കൂടി നമുക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ അത് അങ്ങനെ പ്രൈസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ക്രോസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആ പ്രൈസ് നോക്കിയിട്ട് അവിടെ ഇരിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ അടുത്ത് മഡ്ഗാവിന് എവിടെയാണ് തിരിഞ്ഞു പോകാനുള്ള വണ്ടിയിൽ കയറി. കൊങ്കൺ കന്യ ഇത് വൃത്തിയുണ്ട് കുറച്ചും കൂടെ. അപ്പോൾ നമ്മൾ ട്രെയിനിനെക്കാട്ടിലും ആദ്യം കയറിയ ട്രെയിനിനെക്കാട്ടിലും എനിക്ക് വളരെ വൃത്തിയാണ്. സ്ലീപ്പറിൽ കയറി നമ്മൾ ഇരിക്കുകയാണെങ്കിൽ 1 മണിക്കൂറിൽ പോകുമ്പോൾ തിരുമലെത്തും. അവിടുന്ന് പിന്നെ വണ്ടി റെൻ്റ് എടുക്കണം, റൂം എടുക്കണം.
നമ്മുടെ തിരിഞ്ഞെത്തി നല്ല തിരക്കാണല്ലോ പുറത്ത്. ഇവിടെ എക്സിക്യൂട്ടീവ് ലോഞ്ച് ഉണ്ട് കേട്ടോ. എന്താ Excuse me, wait. Yes. അങ്ങനെ നമ്മുടെ 24 മണിക്കൂർ കൊണ്ടുള്ള ട്രെയിൻ യാത്ര അവിടെ അവസാനിച്ചിരിക്കുന്നു. ഇങ്ങോട്ടുള്ളത് എന്തായിരുന്നു വണ്ടി റെൻ്റ് എടുക്കുന്നിടത്തേക്ക് പോകണം. ഇവിടുന്ന് കുറച്ച് നടന്നാലും അവിടെ എത്തും. അവിടെ എത്തിക്കൊണ്ടിരിക്കും. ഇവിടെ നമുക്ക് സ്കൂട്ടി എടുക്കണം. ആക്റ്റീവ മുന്നോട്ട് കസനുണ്ട്. 500 ആണ് പെർ ഡേ. 500 പെർ ഡേ അല്ലേ അത്? 500 പെർ ഡേ. അങ്ങനെ നമ്മുടെ സ്കൂട്ടി കയ്യിൽ കിട്ടി. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അതൊന്നും വീഡിയോ ഷൂട്ട് ചെയ്തില്ല. നമുക്ക് സ്കൂട്ടി എല്ലാം ചെക്ക് ചെയ്തു, സ്കൂട്ടി കിട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൂമും എടുത്തു. ഇതിപ്പോൾ നമ്മളിവിടെ ഗോവയിലെത്തി. ഫൈനലി നമ്മളിവിടെ ഇങ്ങനെ ചുമ്മാ ഒരു റൗണ്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് രാത്രിയിൽ. അപ്പോൾ ഇത് നല്ല ടയേർഡായിരുന്നു. ആ സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഈ സ്കൂട്ടി എടുത്ത സമയത്തും റൂം എടുത്ത സമയത്തും ഒന്നും, കാരണം കുറേ തപ്പിയിട്ടാണ് നമുക്ക് ഈ റൂം കിട്ടിയത്. അവിടുന്ന് കുറേ വന്ന് നമ്മൾ കലങ്കോട്ടിലെത്തിയിട്ടാണ് നമ്മൾ റൂം കണ്ടുപിടിച്ചത്. നല്ലൊരു റൂമാണ് കിട്ടിയത്, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഫൈനലി അത് അത്ര പാടൊന്നുമില്ല, എല്ലായിടത്തും അവൈലബിൾ ആണ്, നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ ഫൈനലി റൂം കണ്ടുപിടിച്ചു. ഇനി നാളെ തൊട്ടാണ് നമ്മുടെ ശരിക്കും ഉള്ള ഒരു ഗോവ കാഴ്ച നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ചുമ്മാ ഒന്ന് റൗണ്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഒരു നൈറ്റ് റൗണ്ടിങ്, അധികം എനർജി ഒന്നുമില്ല. ഇനി നേരെ പോയി കിടന്നുറങ്ങണം. നാളെ രാവിലെ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം.